എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേട്ടയിലെ ഇൻപുട്ടിൻ്റെ കൺവീനിയൻസ് മെത്തേഡ്സിനെ കുറിച്ചാണ്. നമുക്ക് നേരിട്ട് ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് ഐ ഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേട്ടെ UI ഓട്ടോമേഷൻ എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിൻ്റെ അകത്ത് com.test എന്നൊരു പാക്കേജ് ഉണ്ട്. ഈ പാക്കേജിനുള്ളിൽ ഇൻപുട്ട് കൺവീനിയൻസ് മെത്തേഡ്സ് ഡോട്ട് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഈ ഡെമോയ്ക്ക് വേണ്ടിയുള്ള കോഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഫീച്ചർ ഫയലിൻ്റെ പേര്. ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഉണ്ട്. ബ്രൗസർ സെറ്റപ്പ് എന്നാണ് ബാക്ക്ഗ്രൗണ്ടിന് കൊടുത്തിരിക്കുന്ന പേര്. ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്രൗസർ ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്രോമിലാണ് നമ്മൾ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ സ്റ്റാർ ഡ്രൈവർ എന്ന കീവേഡ് യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന URL ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രൗസർ വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡും 2 സെക്കൻഡ് ഡിലേയും കൊടുത്തിട്ടുണ്ട്. ഇനി സെനേരിയക്കകത്താണ് ഞാൻ ഇൻപുട്ട് കൺവീനിയൻസ് മെത്തേഡ്സ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പാസിംഗ് ആൻ അറേ ആസ് ദ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ടു ഇൻപുട്ട് മെത്തേഡ്. നോർമലി നമ്മൾ ഇൻപുട്ട് എന്ന കീവേഡ് യൂസ് ചെയ്യുമ്പോൾ ലൊക്കേറ്റർ പാസ് ചെയ്യും. അതോടൊപ്പം കോമ ഇട്ട ശേഷം നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റും കൂടെ പാസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഇൻപുട്ട് ആൻഡ് ക്ലിയർ ഡോട്ട് ഫീച്ചർ എന്ന ഫയലിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഇൻപുട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു, അതിനുശേഷം ലൊക്കേറ്റർ മെൻഷൻ ചെയ്തു, അതിനുശേഷം നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് കോമ ഇട്ടിട്ട് സിംഗിൾ കോഡിനകത്ത് പാസ് ചെയ്തു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ സ്റ്റാർ ഇൻപുട്ട് എന്ന കീവേഡ് യൂസ് ചെയ്ത ശേഷം ലൊക്കേറ്റർ മെൻഷൻ ചെയ്തു, അതിനുശേഷം സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഞാനൊരു അറേ ആയിട്ടാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ അറേക്കകത്ത് 3 കാര്യങ്ങൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ ഞാൻ സ്റ്റാൻഡേർഡ് എന്നുള്ള ഈ വാല്യൂ പാസ് ചെയ്യുന്നു, അതിനുശേഷം യൂസർ എന്നുള്ള വാല്യൂ പാസ് ചെയ്യുന്നു, അതിനുശേഷം എൻ്റർ കീയും കൂടെ പ്രസ് ചെയ്യുന്നു. ശേഷം ഒരു 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. ആ എൻ്റർ ചെയ്ത സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ള വാല്യൂ ഞാൻ ക്ലിയർ ചെയ്യുന്നു, വീണ്ടും 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. ബ്രൗസർ ക്ലോസ് ആകും. അതാണ് ഈ ഒരു സിനാരിയോ ചെയ്യുന്നത്. ഇത് ഞാൻ ഇനി ബ്രൗസറിൽ നമ്മൾ നോർമലി മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നുള്ളത് ഞാൻ കാണിക്കാം. ഞാൻ ഈ ടെസ്റ്റ് URL ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ള എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം ഞാൻ എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അലേർട്ട് മെസ്സേജ് കാണിക്കും. ഇത് തന്നെയായിരിക്കും കരേട്ട യൂസ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴും കാണാൻ പോകുന്നത്. ഇനി ഞാൻ ആ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബ്രൗസർ ഓപ്പണായി, നമ്മുടെ ടെസ്റ്റ് URL ഓപ്പൺ ആയ ശേഷം സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ള ടെക്സ്റ്റ് എൻ്റർ ആവും. എൻ്റർ എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അലേർട്ട് മെസ്സേജ് കാണാൻ പറ്റും. 2 സെക്കൻഡ് ഡിലേ ഉണ്ട്. നമ്മൾ ആ എൻ്റർ ചെയ്ത സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ള ക്ലിയർ ചെയ്ത ശേഷം വീണ്ടും 2 സെക്കൻഡ് ഡിലേ കഴിഞ്ഞ് ബ്രൗസർ ക്ലോസ് ആവും. ഇത് ഇതേപോലെ തന്നെ വർക്ക് ആകുന്നതുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ബ്രൗസർ ഓപ്പൺ ആയി, ടെസ്റ്റ് URL ഓപ്പൺ ആയി, സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ള എൻ്റർ ആയി, അതിനുശേഷം ആ അലേർട്ട് മെസ്സേജ് വന്നു, അതിനുശേഷം ക്ലിയർ ആയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് അറേ പാസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഇവിടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതേ സമയത്ത് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനും അതേപോലെ ഒരു ബട്ടൺ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് സാധിക്കും. കീ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് കീബോർഡിലെ ബട്ടൺസ് പ്രസ് ചെയ്യാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ള ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് സിംഗിളായിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ സെക്കൻഡ് കൺവീനിയൻസ് മെത്തേഡ് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിത് കമൻറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. പാസിംഗ് തേർഡ് ആർഗ്യുമെൻറ്റ് ടൈം ഡിലേ ഇൻ മില്ലി സെക്കൻഡ്സ് ദാറ്റ് വിൽ ബി അപ്ലൈഡ് ബിഫോർ ഈച്ച് അറേ വാല്യൂ. ദിസ് ഈസ് സംടൈംസ് നീഡഡ് ടു സ്ലോ ഡൗൺ കീ സ്ട്രോക്സ് എസ്പെഷ്യലി വെൻ ദർ ഈസ് എ ലോട്ട് ഓഫ് ജാവാസ്ക്രിപ്റ്റ് ഓർ സെക്യൂരിറ്റി വാലിഡേഷൻ ബിഹൈൻഡ് ദ സീൻസ്. ഞാനിത് ആദ്യമേ അൺകമൻറ്റ് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 25th ലൈനിൽ ഞാൻ ഇവിടെ ലൊക്കേറ്റർ മെൻഷൻ ചെയ്തു, അതിനുശേഷം
സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ളത് ഞാൻ 3 സെപ്പറേറ്റ് ചെയ്ത് ടെക്സ്റ്റായിട്ട് പാസ് ചെയ്തിരിക്കുകയാണ്. അതിന് സ്റ്റാൻഡ് പാസ് ചെയ്യുന്നു, അതിനുശേഷം ARD_ പാസ് ചെയ്യുന്നു, അതിനുശേഷം യൂസർ പാസ് ചെയ്യുന്നു. ഇത് അറയാണ്, നിങ്ങൾക്കാണ് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ 3ാമതൊരു ആർഗ്യുമെൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് ടൈം ഡിലേ ആണ്. അതായത് ഈ 3 വേർഡ്സ് എൻ്റർ ചെയ്യുന്നതിനിടയ്ക്കും ഒരു 1 സെക്കൻഡ് ടൈം ഡിലേ കാണും. അതിനുവേണ്ടിയാണ് ഈ 3rd ആർഗ്യുമെൻ്റായ 1000 മില്ലിസെക്കൻഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു യൂസ് കേസ് കൊണ്ട് നമുക്ക് കീ സ്ട്രോക്സ് സ്ലോ ചെയ്യാനും, ചില കേസുകളിൽ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി വാലിഡേഷൻ ഉള്ള കേസുകൾ കീ സ്ട്രോക്ക് സ്ലോ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾക്ക് ഈ ഒരു കൺവീനിയൻസ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു, നമ്മൾ എൻ്റർ ചെയ്ത സ്റ്റാൻഡേർഡ് യൂസറിൻ്റെ വാല്യൂ ക്ലിയർ ചെയ്യുന്നു, വീണ്ടും 2 സെക്കൻഡ് ഡിലേ കൊടുത്തിട്ട് ബ്രൗസർ ക്ലോസ് ആകുന്നു. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. അതിന് സ്റ്റാൻഡ് എന്നുള്ളത്, അതിനുശേഷം ARD_ യൂസർ, അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്തു, അലേർട്ട് മെസ്സേജ് വന്നു, ക്ലിയർ ആയി, ബ്രൗസർ ക്ലോസ് ആയി. അപ്പോൾ ഇങ്ങനെ ഇൻപുട്ട് എന്ന കൺവീനിയൻസ് മെത്തേഡ് കരേറ്റയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്ത കേസ് നമുക്ക് നോക്കാം. ഇത് ഞാൻ കമൻറ്റ് ചെയ്യുവാണ്. ഇനി 3rd കൺവീനിയൻസ് മെത്തേഡ് നോക്കാം. ഈ 2 ലൈന് ഞാൻ അൺകമൻറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാനൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. പാസിംഗ് എ സ്ട്രിങ് ആസ് എ സെക്കൻഡ് ആർഗ്യുമെന്റ് ആൻഡ് കരേറ്റെ വിൽ സ്പ്ലിറ്റ് ദ സ്ട്രിങ് ആൻഡ് ഫയർ ദ ഡിലേ ബിഫോർ ഈച്ച് ക്യാരക്ടർ. ഇവിടെ ഞാൻ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് സ്ട്രിങ് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം ഒരു ഡിലേയും കൂടെ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ള ടെക്സ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടറിനും മുമ്പും ഒരു ഡിലേ അവിടെ ഉണ്ടാവും. ഇവിടെ ഞാൻ 1000 മില്ലിസെക്കൻഡ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ക്യാരക്ടർ എൻ്റർ ആകുന്നതിന് മുമ്പ് ഒരു 1000 മില്ലിസെക്കൻഡ് ഡിലേ, അതായത് 1 സെക്കൻഡ് ഡിലേ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ്_ യൂസർ എന്നുള്ള ആ വാല്യൂ എസ് കഴിഞ്ഞ് ഒരു 1 സെക്കൻഡ് കഴിഞ്ഞായിരിക്കും അടുത്ത ക്യാരക്ടർ എൻ്റർ ആകുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ബ്രൗസർ ഓപ്പണായി, ടെസ്റ്റ് വെയർ ഓപ്പണായി. എസ് ഓരോ 1 സെക്കൻഡ് കൂടുമ്പോഴാണ് ക്യാരക്ടർ എൻ്റർ ആകുന്നത്. സ്റ്റാൻഡേർഡ് യൂസർ എൻ്റർ ആയി, ബ്രൗസർ ക്ലോസ് ആയി. അപ്പോൾ ഇതാണ് കരേറ്റയിലെ ഇൻപുട്ടിൻ്റെ കൂടെയുള്ള കൺവീനിയൻസ് മെത്തേഡ്സ്. ഇത് ചില കേസുകളിൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പം കരേറ്റയിലെ ഇൻപുട്ടിൻ്റെ കൺവീനിയൻസ് മെത്തേഡ്സ് കൊണ്ടുള്ള യൂസേജ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.